ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ട് ഒരു അരക്കപ്പോളം തുവരപ്പരിപ്പും ഒരു 4 തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല കിട്ടിലൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. എന്നാൽ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളും പിന്നെ ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ ഒരു കുക്കറിലോട്ട് ഒരു അരക്കപ്പിലും താഴെ കുറച്ച് താഴെയായിട്ട് നമ്മുടെ തുവരപ്പരിപ്പ് എടുത്തുനിന്ന് കഴുകി വൃത്തിയാക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞ് ചേർത്തേക്കാണേ. ഇനി ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി അത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ പീസ് പുളി എടുത്ത് അതൊന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാനും പാകത്തിനുള്ള വെള്ളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് 2 ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില അതും ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഉപ്പ് ചേർത്തില്ലല്ലോ എന്ന്. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കുക. അപ്പൊ ഇത്തിരി വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരിപ്പായതുകൊണ്ട് തന്നെ വേവുമ്പോഴത്തേനും ഒന്നങ്ങ് തിക്കാവും. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കാൻ വേണ്ടി ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. ഒരു 4 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കണേ. നന്നായിട്ട് വെന്ത് പരിപ്പൊക്കെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പൊ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ദാണ്ട് ഒരു 4 വിസിലൊക്കെ കേട്ട് നമ്മുടെ കുക്കർ സ്റ്റീമൊക്കെ പോയിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ദാണ്ട് നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ കിഡിലുമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഓയിലൊന്നും ചേർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനലി ഇതിലൊരു താളിപ്പും കൂടെ ആവാട്ടോ. അപ്പൊ ഞാൻ ഓയിൽ പൊതുവെ കുറയ്ക്കുന്നതുകൊണ്ട് ഞാൻ ഇനി ഒരു താളിപ്പിനൊന്നും മുതിരുന്നില്ല. പക്ഷേങ്കിൽ അല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് ഉടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. കൂടെ ഒരു മീൻ പൊരിച്ചതുണ്ടെങ്കിൽ പിന്നെ സെറ്റായി. അപ്പം എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കണം എന്നുള്ളവരെല്ലാം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ.